ഇറാൻ നാവികസേന കമാൻഡർ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇറാനും അതുപോലെ അമേരിക്കയും തമ്മിൽ അതിശക്തമായ ഒരു കടൽ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്. അമേരിക്കയുടെ മേഖലയിലുള്ള എല്ലാ കടൽ നീക്കങ്ങളെയും, കടലിലൂടെ അവരുടെ കപ്പലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മിലിറ്ററി നീക്കങ്ങളെയും ഇറാൻ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗൾഫ്, പേർഷ്യൻ കടലുകളിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇറാനെതിരെ കടലിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ച ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന അങ്ങേയറ്റം പരിഹാസ്യവും അതോടൊപ്പം തന്നെ ചിരി പരത്തുന്നതുമാണ് എന്ന് അദ്ദേഹം ട്രംപിന്റെ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതുവരെ ട്രംപ് ഹോർമുസ് കടലിലേക്ക് തുറക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. പക്ഷെ ആ യുദ്ധത്തിൽ ട്രംപ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനി അടക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ട്രംപ് ചെയ്യാൻ പോകുന്നത്. ആ യുദ്ധത്തിലും പരാജയപ്പെടും എന്ന് തന്നെയാണ് ഇറാന്റെ നാവികസേന കമാൻഡർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്രത്തിലെ ദുരന്തപൂർവമായ അല്ലെങ്കിൽ അപമാനകരമായ ഒരു യുദ്ധമാണ് ഇറാനുമായി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള എല്ലാ നീക്കങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ അവരുടെ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലക്ഷ്യവും നേടിയില്ല. ധാരാളം യുദ്ധവിമാനങ്ങൾ തകർന്നു. F-35 അടക്കമുള്ള യുദ്ധവിമാനം നഷ്ടപ്പെടുന്നു. അതുപോലെ C-130 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം, ഇങ്ങനെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ പ്രതിരോധ രഹസ്യങ്ങൾ ഇറാന് ലഭിക്കുന്നു. ഇങ്ങനെ ധാരാളം പ്രതിസന്ധികളാണ് അമേരിക്കക്ക് ഇറാനുമായി യുദ്ധം നടത്തുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുന്നു. അമേരിക്കയിൽ വലിയ രൂപത്തിലുള്ള വിലവർദ്ധനവുകൾ എല്ലാ വസ്തുക്കൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം എന്നോണം സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ എസ്കോർട്ട് നൽകിക്കൊണ്ട് കപ്പലുകളെ കടത്തിവിടും എന്ന് പ്രഖ്യാപിച്ച ട്രംപാണ് അതേ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളെ തകർക്കും എന്നും പറയുന്നത്. എന്തായിരുന്നാലും യുദ്ധം മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണിത്. കടലിൽ ഇത്തരം നീക്കം നടത്തുമ്പോൾ അത് ചൈന അടക്കമുള്ള, റഷ്യ അടക്കമുള്ള വൻ രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായിരുന്നാലും ഇറാൻ ഇപ്പോൾ ശക്തമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ നിരീക്ഷണങ്ങളുടെ ഭാഗമായി അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഈ നിരീക്ഷണങ്ങളിൽ അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്തേക്ക് അമേരിക്കൻ കപ്പലുകൾ അടുത്ത് കിട്ടിയെങ്കിൽ ആക്രമിക്കാമെന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. ആരെങ്കിലും ആ കപ്പലിനെ എസ്കോർട്ടിന് വേണ്ടിയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ പാരിതോഷികം ലഭിക്കും, അവരുടെ കപ്പലുകൾ വെറുതെ വിടാം എന്നൊക്കെയായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യവും ട്രംപ് ഒരുക്കി കൊടുക്കുകയാണ്. അമേരിക്കയുടെ കപ്പലുകളെ ചാവേറുകളായി ഇറാന്റെ മിസൈൽ മുനകൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്.